നമസ്കാരം. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കേരള സംസ്ഥാന കലോത്സവത്തിൽ കുച്ചിപ്പുടിക്ക് എ ഗ്രേഡ് നേടിയ കൊട്ടാരക്കര പനവേലി സ്വദേശിയായിട്ടുള്ള നവമി ആർ അജയ്ക്കുള്ള ആ ഒരു അനുമോദന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. കൊട്ടാരക്കര പനവേലിയിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. കിഴക്കേക്കര നിവാസികളുടെ വകയായിട്ടാണ് ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നാടിൻ്റെ അനുമോദനം നൽകുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. പനവേലിയിലുള്ള ആ ഒരു ജനത ഒന്നടങ്കം ആ പെൺകുട്ടിക്ക് അനുമോദനം നൽകുന്ന ആ ഒരു തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം, ഈ ഒരു സംസ്ഥാന കലോത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ നവമി ആർ അജയ്ക്ക് സ്റ്റേറ്റ് നിന്നും എ ഗ്രേഡ് ലഭിച്ചത്. ആ എ ഗ്രേഡ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ഒന്നടങ്കം ഇപ്പോൾ അവർക്ക് ആ പെൺകുട്ടിക്കുള്ള ഒരു അനുമോദനം നൽകുന്ന ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കര പനവേലിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വേദി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അനുമോദനം ഏറ്റുവാങ്ങുന്ന തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും വളരെയധികം ആഹ്ലാദത്തിലാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ തന്നെ കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് പോയി അവിടെയും എ ഗ്രേഡ് നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുക. അല്പസമയത്തിനകം ആ പെൺകുട്ടിക്കുള്ള അനുമോദനം നൽകും. മൊമെൻറ്റോയും പൊന്നാടയും എല്ലാം ഇവിടെയുള്ള നാട്ടുകാരാണ് അണിയിക്കുന്നത്. പനവേലിയിൽ ശരവണ ഹോട്ടലിന് സമീപത്ത് ഒരുക്കിയിട്ടുള്ള വേദിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മംഗളകരമായ ഒരു പ്രവൃത്തി നടക്കുന്നത്. പെൺകുട്ടി ഈ നാടിൻ്റെ എല്ലാം തന്നെ ഒരു അനുമോദനം ഏറ്റുവാങ്ങുന്ന തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുമ്പോൾ ഒരു നാട് ഒന്നടങ്കം ഈ ഒരു ധന്യ മുഹൂർത്തത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പ്രേക്ഷകരോട് പറയുവാനുള്ളത്. അല്പസമയത്തിനകം പെൺകുട്ടിക്കുള്ള മൊമെൻറ്റോയും മറ്റ് അനുമോദന പൊന്നാടയും ഇവിടെയുള്ള നാട്ടുകാരും ശരവണ ഹോട്ടലും നൽകും. എന്തായാലും ആ പെൺകുട്ടി ഇപ്പോൾ വേദിയിൽ ഇരിക്കുന്ന ഒരു തത്സമയ ദൃശ്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. നാട്ടുകാരെല്ലാം വളരെയധികം ഹാപ്പിയാണ്. കാരണം കൊട്ടാരക്കരയിലെ പനവേലിയിലാണ് ഈ നവമിയുടെ വീട്. നവമി കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം ജില്ലയിലേക്കും ഉപജില്ലാ കലോത്സവത്തിലും അതുപോലെ തന്നെ പിന്നീട് സംസ്ഥാന കലോത്സവത്തിലും എ ഗ്രേഡിന് അർഹയാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കെല്ലാം വളരെയധികം സന്തോഷമാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ കിഴക്കേക്കര നിവാസികൾ എന്ന പേരിൽ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഉള്ള അനുമോദനം നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അതായത് ഇവിടെയുള്ള നാട്ടുകാരുടെ ഈ ഒരു മാതൃകാപരമായ ഷംസീർ കുന്നുംപുറം അനുമോദനങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാരണം നാട്ടുകാരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ചെല്ലങ്ങോട്ട് എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. കാരണം നാട്ടിൽ നിന്നും ഓരോരോ യുവ പ്രതിഭകൾ ഉയർച്ചയിലേക്ക് വരുമ്പോൾ അവരെയെല്ലാം പടുത്തുയർത്തുക എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ പനവേലിയിലുള്ള നാട്ടുകാർ ഒന്നടങ്കം ഇങ്ങനെയൊരു വേദി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ഒരു സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ പെൺകുട്ടിയായിട്ടുള്ള നവമിക്ക് ഉള്ള ആ ഒരു അവാർഡ് ദാനം ചെയ്യും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. കാരണം കൊട്ടാരക്കര പനവേലിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇതൊരു എത്രയെത്ര കാരണം അവർക്ക് ഉള്ളൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം ഇത് നമുക്ക് അറിയാം, സ്റ്റേറ്റിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ മത്സരിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു മത്സരമാണ് കുച്ചിപ്പുടി. നമ്മുടെ നവമി കുഞ്ഞാറ്റ കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ കുച്ചിപ്പുടിയിൽ എ ഗ്രേഡ് കഴിച്ചിട്ട് നമ്മളൊരു അനുഭവിച്ചവർക്ക് നമ്മുടെ കിഴക്കേക്കര നിവാസികൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചടങ്ങിനിപ്പം കിഴക്കേക്കരയിലെ ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം കിഴക്കേക്കര മൊത്തത്തിൽ ഒരുമിക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നു എനിക്കിത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ ചേട്ടനുണ്ട്, വിജയ് ചേട്ടൻ. സോറി, അങ്ങനല്ല, ഞാൻ ചേട്ടാ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്ക് സ്നേഹമുള്ളൊരു മനുഷ്യനാണ് വിജയ് ചേട്ടൻ. CSR കോളേജിലെ എല്ലാമാണ്, ഫൗണ്ടറാണ് വിട്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് കൂടെ നമ്മളിവിടെ വിഷ്ണു ചേട്ടൻ ഉണ്ട്, വല്ലം വിഷ്ണു ചേട്ടൻ. KTR മീഡിയയിലെ വർക്ക് ചെയ്യുന്നതാണ് ചേട്ടൻ. പിന്നെ ടൊളോയ് സാറുണ്ട്, നമ്മുടെ എല്ലാവർക്കും അറിയാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അധ്യക്ഷനെ ക്ഷണിക്കുന്നു.
വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ നവമിക്കുള്ള ആദരവ് ഇവിടെയുള്ള നാട്ടുകാർ നൽകുകയാണ്. ബഹുമാനപ്പെട്ട സാർ, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറിയിരിക്കുന്ന നവമി ആർ അജയ്. അന്നേരം പ്രത്യേകിച്ച് നവമിയെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു രാത്രി വേളയിൽ സാധാരണഗതിയിലൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു വലിയൊരു ഫംഗ്ഷനൊക്കെ നടത്തി എന്താ പറയുന്നത്, കുറേ ആളുകളെയൊക്കെ കൂട്ടി എന്താ ഒരു പകൽ നേരത്തൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത്, ഞാനിപ്പം സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം ഈ KTR മീഡിയയുടെ കൂടെ ഇവിടെ വന്നു, അന്നേരം എന്നെ പിടിച്ച് ബലാത്കാര്യമായിട്ട് പിടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. വളരെ സത്യസന്ധമായ ഒരു കാര്യം പറയാമല്ലോ. അന്നേരം പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ ഒരു സമയത്ത് ഇത്രയും ഒരു ആളുകൾ വരിക എന്ന് പറയുന്നത്, അന്നേരം ഈ ഒരു എന്താ പറയുന്നത്, കിഴക്കേക്കര നിവാസികളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു വൻ വിജയമാണ്. കാരണം ഈ ഒരു സമയത്ത് ഇത്രയും പേര് കൂടുവാണെന്നുണ്ടെങ്കിൽ, അല്ലാത്ത എന്തെങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പകൽ വേളകളിൽ കൂടുവാണെങ്കിൽ എത്രത്തോളം ആളുകളുണ്ട്. കാരണം ഇതിനകത്ത് ചിലപ്പോൾ കുടുംബത്തിലുള്ള എന്താ പറയുക, ചില ആണുങ്ങൾക്ക് മാത്രമേ, പുരുഷന്മാർക്ക് മാത്രമേ ഈ വേളയിലൊക്കെ ഈ സമയത്തൊക്കെ ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുമായിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോകുന്ന ദിവസമൊക്കെ ആയതുകൊണ്ട് പലർക്കും വരാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എങ്കിൽ പോലും ഇത്രയും ഒരു എന്താ പറയുന്നത്, ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രശംസ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നവമി ആർ അജയിനെ പ്രശംസിക്കേണ്ട ഈ ഒരു വേളയിൽ ഈ കൂട്ടായ്മയെ കൂടി ഞാൻ ഈ സമയത്ത് അനുമോദിക്കുകയാണ്. അതായത് നമ്മുടെ പ്രധാന എന്താ പറയുന്നത് ദൗത്യം എന്ന് പറയുന്നത്, നവമി ആർ അജയ് എന്ന് പറയുന്ന നമ്മുടെ പനവേലി മാത്രമല്ല, നമ്മുടെ എന്താ പറയുന്നത് കൊട്ടാര താലൂക്കിലെ കൊല്ലം ജില്ലയിലെ എന്താ പറയുന്നത് ഈ ഒരു കൊച്ചു മിടുക്കി നമ്മൾക്ക് എന്താ പറയുന്നത് കേരളത്തിന്റെ കലോത്സവ വേദിയിലെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് ഒരു മുത്തായി നമ്മൾ എന്താ പറയുന്നത് കണക്കാക്കിയതിന്റെ പേരിൽ, അന്നേരം ആ മോളെ നമ്മൾ പ്രശംസിക്കാനാണ് ഈ വേദിയിലോട്ട് എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനൊരു ഈ ഒരു അവസരം തന്നെ ഒരുക്കിയത്. തോന്നി സംസാരിക്കാൻ വയ്യ കേട്ടോ, പനി ആയതുകൊണ്ടാണ്. അന്നേരം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനായിട്ട് നമ്മുടെ തുളസി സാറിനെ ഈ വേദിയിലേക്ക് ആദ്യവുമായിട്ട് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, അതിലേറെ അഭിനന്ദനം അറിയിക്കുന്ന കുഞ്ഞാറ്റ് എന്ന് വിളിക്കുന്ന നവമി, എൻ്റെ രക്ഷിതാക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയമുള്ളവർ, ഈ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമുക്കിവിടെ ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിലും സംസ്ഥാന കലോത്സവത്തിലും നമ്മുടെ നാടിന് ലഭിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു കലാപ്രകടനം കാഴ്ചവെക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞത്, അവൾക്കുള്ള കഴിവാണ് പ്രധാനം. അവൾക്കുള്ള കഴിവ് വിനിയോഗിക്കാൻ, അത് കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ പ്രകടിപ്പിക്കാനും അവതരിപ്പിക്കാനും അവസരം കൊടുക്കാം. എൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നുവെച്ചാൽ ആ പെൺകുട്ടിയാണ്, പഠിത്തം പോവും, സാമ്പത്തികം പോവും, പിന്നെ അതിൻ്റെ പിറകിൽ നടക്കണം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും കൂടെ പോയിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, അനുഭവത്തിൽ പറയുകയാണ്. സാധാരണ ഒരു രക്ഷിതാക്കൾ ആരും ഇത്തരത്തിലുള്ളതായ ഒരു സംരംഭത്തിന് മുതിരുന്നില്ല. ഒന്ന് സാമ്പത്തികം, മറ്റൊന്ന് ഇതിന്റെ പിറകെ നടക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം നമ്മൾ സഹിച്ച് സാമ്പത്തികവും സംഘടിപ്പിച്ചല്ലേ കടം വാങ്ങിച്ച് താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് പോകുന്നത്. അതെല്ലാം സഹിച്ച് നമ്മൾ സ്റ്റേജിലോട്ട് സബ്ജില്ലാ തലം മുതൽ സ്റ്റേജിലോട്ട് ഈ കുട്ടികളെ കൊണ്ട് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ ഇവിടുന്ന് പോയ രക്ഷകർത്താക്കൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അവിടെ മത്സരം എന്നുള്ളതിനുപരി
മറ്റു പല കാര്യങ്ങളും നടക്കുന്ന കാലമായിരുന്നു പണ്ടൊക്കെ. ഇപ്പൊ അതിനകത്തൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ജില്ലാ കലോത്സവത്തിന് കൊല്ലത്ത് വെച്ചേയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്വാധീനങ്ങളും പിന്നെ സാമ്പത്തികവും ഒക്കെ ഉള്ളതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇപ്പോ ഈ സംസ്ഥാന കലോത്സവത്തില് തർക്കങ്ങൾ വളരെ കുറവായിരുന്നു, വഴക്ക് കുറവായിരുന്നു, കലാപവും ധർണയും ഒക്കെ കുറവായിരുന്നു. പിന്നെ സ്പോർട്സിനൊക്കെ വലിയ പ്രശ്നങ്ങളും ധർണയൊക്കെ നടന്ന എന്റെ നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് സ്കൂളുകൾക്കെതിരായി. കാരണം ഇവിടെ പിന്നെ ഫസ്റ്റ് പ്ലേസോ സെക്കൻഡ് പ്ലേസോ ഇല്ല. അങ്ങനെ വലിയ കാര്യമാണ്. അതങ്ങ് ഒഴിവാക്കി പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡ് കൊടുക്കുക. എ ഗ്രേഡ്, ബി ഗ്രേഡ്, ഇങ്ങനെ ഗ്രേഡ് കൊടുക്കുക. അപ്പൊ ഇപ്പോൾ നടന്ന കലോത്സവത്തിലുള്ള ഒരു പ്രത്യേകത അതാണ്. മറ്റൊന്ന്, നമ്മുടെ ഇപ്പോഴത്തെ കലോത്സവത്തിന് വാങ്ങിച്ച പോയിന്റ് എത്രയാണെന്നറിയാമോ? ഏത് ജില്ല? തൃശ്ശൂർ ജില്ലയാണ്. 1009 പോയിന്റാണ് അവർ വാങ്ങിച്ചത്. 1 പോയിന്റാണ് പുറയിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് പാലക്കാട്. അങ്ങനെ ഈ കുട്ടി ഈ പെർഫോമൻസിലെല്ലാം പോയി നല്ല രീതിയിൽ ഇവിടെ നമുക്കിങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി ആദരിക്കാൻ കഴിഞ്ഞത് വളരെ വലിയ ഒരു കാര്യമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഇത്രയും ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ സംശയിക്കുന്നത്. ഇത്രയും ആളുകൾ, ഇനി ധാരാളം പേര് വരാനുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമായിട്ട് നേരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുട്ടി ഇത്തരത്തിൽ കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ച, അല്ലെങ്കിൽ അതിന്റെ അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച രക്ഷിതാക്കളെ ഞാൻ ഒന്നുകൂടി ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അത്ര വലിയൊരു ത്യാഗമാണ്, വലിയ പ്രശ്നമാണ്, വലിയ പ്രയാസങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വേളയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലാക്കാൻ കഴിയണമെന്ന് ഞാൻ പറയുന്നില്ല. താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കഴിവ് മനസ്സിലാക്കി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ ഒരു പോകുന്നതിനുള്ള ഗുണം എന്താണെന്നറിയാമോ? ഒന്നാമത്, ആ കുട്ടിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഉള്ള ഒരു കഴിവുണ്ടാവും, പ്രതികരണശേഷി ഉണ്ടാവും, മറ്റുള്ളവരോട് സഹകരിക്കാനുള്ള ഒരു സഹകരണ മനോഭാവം ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഓൾറൗണ്ട് ഡെവലപ്മെന്റ്, ഒരു ബഹുമുഖമായിട്ടുള്ളതായ ഒരു മാറ്റം ഈ കുട്ടിയെ സംബന്ധിച്ചുണ്ട്. അവളിപ്പോ ഒരാള് അത് വിളിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കാണുമെന്നില്ല, അന്തസ്സായിട്ട് അവള് അവരുടെ മുമ്പിൽ പ്രസന്റ് ആകും. 2 വാക്ക് പറയാൻ പറഞ്ഞാൽ അവൾ പറയും, മുമ്പ് എന്നോട് പറഞ്ഞിട്ട് വിളിക്കല്ലേ. എങ്കിലും അവൾക്കുള്ള ഈ അനുഭവങ്ങളൊക്കെ അവളിവിടെ പറയും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് പിന്നെ പരിചയങ്ങളും എല്ലാം ലഭിച്ച് നല്ലൊരു കുട്ടിയായിട്ടാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ പ്രദേശത്തെ എല്ലാവരുടെയും കുഞ്ഞാറ്റയാണ്. എല്ലാവരോടും നല്ല സമീപനവും നല്ല പെരുമാറ്റവും നല്ല വർത്തമാനവും ഈശ്വരഭക്തിയും ഒക്കെയുള്ള ഒരു നല്ല കുട്ടിയായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. നിങ്ങൾ എന്തെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഇനി മറ്റൊന്ന്, ഇതിന് കിട്ടുന്ന മാർക്കിലുപരി ആ കുട്ടിയുടെ വിദ്യാഭ്യാസം വളരെ പിന്നെ 1-2 ഫസ്റ്റ് ടൈമിനോട് അടുപ്പിച്ച് പിന്നെ ജില്ലാ കലോത്സവത്തിന് പോയി കുറേ അധികം ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ഇതിനു വേണ്ടി ഒരുപാട് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം മേക്കപ്പ് ചെയ്ത് അതിനെല്ലാം പിന്നെ പരിഹാരം കണ്ട് ആ കുട്ടി നല്ല നിലയിൽ, ഇനിയും ആ കുട്ടിക്ക് ഉയർന്ന നിലയിൽ കലാപരമായിട്ട് കലാരംഗത്ത് ശോഭിക്കാനുള്ളതായ അവസരം ഉണ്ടാകണം. അവർക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ വേണമെങ്കിൽ എന്നെ കൊണ്ട് വെക്കുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാം. വേണമെങ്കിൽ കണക്കിനെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുകയും അങ്ങനെയുള്ളതായ പിന്നെ നഷ്ടപ്പെട്ടു പോയ കുറേ പാഠങ്ങൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, യാതൊരു പ്രതിഫലവും ഇല്ലാതെ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഈ കുട്ടിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ അവസരമുണ്ടാകട്ടെ. അതിനെ കൊണ്ടുപോകുന്നതിനും അതിനെ വേണ്ട വിധത്തിൽ നയിക്കുന്നതിനും അവരുടെ രക്ഷാകർത്താക്കളെ, അവരുടെ കല, പിന്നെ സാഹിത്യം, കല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വെറുതെ പുസ്തകപ്പുഴുവായിട്ട് മാത്രം കുട്ടികളെ വളർത്താതിരിക്കുക. സമൂഹത്തിൽ ആ കുട്ടികളെ ജീവിക്കാൻ പഠിപ്പിക്കുക, അതാണ് പ്രധാനം. സമൂഹത്തിൽ നമ്മളെ ആ ഒരു വ്യക്തിയുടെ ഇടപെടാൻ, മറ്റു വ്യക്തികളോട് ഇടപെടാൻ, സുഹൃത്തുക്കളോട് ഇടപെടാൻ അവസരം കിട്ടിയത് പഠിച്ചത് അന്ന് ഈ ഓൺലൈൻ ക്ലാസ്സാണ്. ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ എല്ലാ രക്ഷാകർത്താക്കളും പിന്നെ ഈ
ഡേറ്റ ഇല്ലാത്ത സാധാരണ ഫോൺ വിളിക്കാൻ മാത്രമേ നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളൂ കൂടുതലാണ്. പിന്നെ ഡേറ്റ ഉപയോഗിച്ച് അതിനകത്ത് ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ കാണാം, ഓൺലൈൻ ക്ലാസ് ഉണ്ടാകാം, അതെടുക്കാമെന്നൊക്കെ പഠിച്ചത് നമ്മുടെ ഈ കൊറോണ വന്ന സമയത്ത് അതൊരു കാര്യത്തിൽ നല്ലതാണ്. പക്ഷെ അത് എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ധാരാളമുണ്ട്, അവിടെ രക്ഷാകർത്താക്കളുണ്ട്. ഫോൺ നമുക്ക് ഫോൺ അത് വിനിയോഗിക്കുന്നതിൽ കുറച്ചുകൂടി ക്ലിപ്തത വരുത്തുക, നല്ലതിന് വേണ്ടി വിനിയോഗിക്കണം. അതിനകത്ത് ഒരുപാട് നല്ലതും ചീത്തയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ ഏതോ ഒരു രാജ്യം ഞാൻ ഓർക്കുന്നില്ല, 15 വയസ്സിൽ താഴെയുള്ള കൊച്ചുങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാൻ നിരോധിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്ത് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ നിരോധിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ളതായ ഇപ്പം സന്ദർഭവശ അവൾ പോയെടുത്താണ്ട് കണ്ടുകൊണ്ട് സന്ദർഭവശ പറയുന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിലുള്ളതായ പ്രവണതയ്ക്ക് കാരണം നമ്മുടെ രക്ഷകർത്താക്കൾ തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. നമുക്ക് വൈകുന്നേരം 5 മണിക്ക് TV കാണണം, അതിന് ഓരോരോ 5 മുതൽ 10 വരെ സീരിയലുണ്ട്. കൊച്ചുങ്ങൾ എല്ലാം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവർ ഫോൺ കൊണ്ടുപോകും, നമ്മളെ TV-യുടെ മുമ്പിരിക്കും. അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ പിറ്റേന്നത്തെ ഹോംവർക്കിനെ കുറിച്ച് ചിന്തിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്കുള്ള ഒരു ചെറിയ റിക്വസ്റ്റാണ്, കുട്ടികൾക്ക് ഫോൺ കൊടുക്കുമ്പോൾ അതിന് നിയന്ത്രണം ഉണ്ടാകും, സമയം ഉണ്ടാകും. അപ്പോൾ അതല്ല നമ്മുടെ വിഷയമെങ്കിലും ഞാൻ സന്ദർഭവശ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ആശംസകളും ഈ കുട്ടിക്കുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവരും നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സാർ ഇത്രയും സംസാരിച്ചതിന്റെ പേരിൽ എന്റെയും കുറെ അനുഭവങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അല്ല, ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരു 3-4 IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഫേംസ് നടത്തുന്ന അതിൻ്റെ ഒരു ഡയറക്ടറാണ്. അന്നേരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് കുറേ നമുക്ക് എന്താ പറയുന്നത്, എല്ലാ കൊച്ചുകുട്ടികളെല്ലാം വരുന്നത്, എല്ലാം ഒരു 15-18 വയസ്സിന് മേലോട്ടുള്ള, ഏകദേശം ഇപ്പം പ്രമോഷന് വേണ്ടി സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ വരെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരാറുണ്ട്. അന്നേരം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നമ്മൾ ഈ കൊറോണ സമയത്ത് ഈ ഫോൺ യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സത്യത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ കറക്റ്റായിട്ട് നോർമലി പഠിച്ചു കൊണ്ടുപോകുന്ന കുട്ടികൾ അവർ ഈ ഫോൺ യൂസ് ചെയ്തെന്നും പറഞ്ഞ് എന്താ പറയുന്നത്, പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. പക്ഷേ ഒരു 50% കുട്ടികൾ ഈ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്യൂച്ചർ നഷ്ടപ്പെട്ട കുട്ടികൾ 50% കുട്ടികൾ. അതായത് 50% കുട്ടികൾ എന്താ, അവർ നോർമലിലെ എങ്ങനെയാണോ കൊറോണ സമയത്ത് മുമ്പ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കൊറോണ സമയം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയ സമയം എങ്ങനെയാണോ എന്ന് വെച്ചാൽ അതേ ടൈമിൽ അതേ രീതിയിൽ പോയി. പക്ഷേ ബാക്കി 50% കുട്ടികളുടെ കയ്യിൽ ഈ മൊബൈൽ ഫോൺ കിട്ടിയപ്പോഴത്തേക്ക് 50% കുട്ടികളുടെ, കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകൾ, പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ അവർക്ക് ആ റിയൽ ലൈഫിലോട്ട്, അതായത് കൊറോണയ്ക്ക് മുമ്പ് എങ്ങനെയാണോ അവരുടെ എഡ്യൂക്കേഷൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. പല പേരൻസും പുറത്ത് പറയാത്ത കാര്യങ്ങൾ. കാരണം നമ്മുടെ സ്വന്തം വീട്ടിൽ എന്താ പറയുന്നത്, കുട്ടികൾ എന്താ പറയുന്നത് കുറച്ച് ബാക്ക്വേർഡ് ആവുന്നെന്ന് പറയുന്നത് ഒരു പേരൻസിനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ എന്താ പറയുന്നത് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം പബ്ലിക്കിനിടയ്ക്ക് ഷെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ സമൂഹം അറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ സാറ് പറഞ്ഞ പോലെ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള പേരൻസ് പലരും എന്താ ശ്രദ്ധിക്കാറില്ല, ഫോൺ യൂസ് ചെയ്യുന്നതിനകത്ത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലാവരുടെ പറയുവാണ്, ഫോൺ യൂസ് ചെയ്യുന്നതിനകത്ത് നമ്മൾ ലിമിറ്റ് വെക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലരും പിടിവാശി കൂടാറുണ്ട്, എനിക്ക് ഫോൺ കിട്ടില്ല എന്താ പറയുക വീട്ടിൽ. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കേസ് പറയട്ടെ. എനിക്കറിയാവുന്ന എൻ്റെ അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾ, അവരുടെ പേരൻസ് ദയനീയമായിട്ട് വന്ന് പറയുന്ന കാര്യമാണ്, അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിൽ ഒരു +2 കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടി, അതിൻ്റെ അച്ഛൻ ഗൾഫിലാണ്, അമ്മ ഹൗസ് വൈഫാണ്. ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം എന്താ പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ലൈഫ് മൊത്തത്തിൽ അങ്ങ് മാറി. പെട്ടെന്ന് ചൂടാവും ഫോൺ, അതായത് പഠിക്കാറില്ല. പഠിക്കാത്ത സമയം അമ്മ ചോദ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ അമ്മ എടുത്ത് ഭയങ്കരമായിട്ട് തുടക്കത്തിൽ ചെറിയ രീതിയിൽ റേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതെന്താ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അമ്മ മോൻ്റെ അടുത്തല്ല, മോൻ തിരിച്ച് അമ്മയെടുത്തു. കാരണം അച്ഛൻ്റെ അടുത്ത് പറയാനുള്ള മടി കാരണം ഇത് ഒളിച്ചു വെക്കും. അവസാനം വന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, അവൻ വേറെ ലെവലിലോട്ട് പോയി. എന്നിട്ട് അമ്മയെ ദേഹോപദ്രവമായി.
അവസാനം ആ അമ്മയ്ക്ക് എന്തോ റിലേറ്റീവ്സിന്റെ അടുത്തോ ആരുടെ അടുത്ത് പറയാൻ വയ്യ, കരഞ്ഞോട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതിയോ, മോൻ അറിയില്ലേ, വേറെ ആരും അറിയില്ലേ, എങ്ങനെയെങ്കിലും സാറിന് അവനെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റൂ. എവിടാന്ന് വെച്ചാൽ നമ്മുടെ പുത്തൂര് സമീപ പ്രദേശമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഞാൻ ഇവനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് എല്ലാ തലമുടി ശരി റെഡി എല്ലാം സമ്മതിക്കുന്നു, ഓക്കെ. 2 ദിവസത്തേക്ക് ഓക്കെ. 3-ാമത്തെ ദിവസം ഇവന് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അതായത് എന്താ പറയുക, ഒരു ടീനേജ് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, നമ്മൾ കോളേജ് ലൈഫിലൂടെ മദ്യത്തിനൊക്കെ അടിമയായിട്ടുള്ള എന്താ പറയുന്നത്, ചിലരൊക്കെ മദ്യം കഴിച്ച് അതുപോലെ അതേപോലത്തെ സിറ്റുവേഷനാണ്. അതിനെക്കാട്ടി മാർഗമായിട്ടൊരു രോഗമാണ് എന്താ പറയുന്നത്, ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത് നമുക്ക് പേരൻസിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ പേരൻസും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് വന്നു കഴിഞ്ഞിട്ട് ഒരു കൊടുക്കാം. അവരെ കൊണ്ട് പെട്ടെന്ന് എന്താ പറയുന്നത്, പെട്ടെന്ന് ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതൊരു ലിമിറ്റ് വെക്കുക. നിങ്ങൾ ആദ്യമൊക്കെ കുട്ടികൾ പിണക്കവും കാര്യങ്ങളൊക്കെ കാണിക്കും, അതൊക്കെ നിങ്ങൾ സഹിക്കുക. എന്തുവാ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മക്കള് ഒരു നല്ല നിലയിൽ എത്തത്തില്ല. കാരണം IT ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്ത ഒരു വലിയ ഒരു എന്താ പറയുന്നത് മാസ്മരിക ലോകമാണ്. ഒരു മൊബൈൽ ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത് റീച്ച് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങേയറ്റം ഉള്ള ലോകമാണ്. അതിനകത്ത് നമുക്ക് ഗെയിംസ് ഉണ്ട്. ഗെയിംസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഈ ലഹരി, അതായത് എന്താ പറയുന്നത്, മയക്കുമരുന്ന്, അതിനെക്കാട്ടി അഡിക്റ്റഡ് ആയിട്ടുള്ള, അതിനുപരി അഡിക്റ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇടയ്ക്ക് വെച്ച് കേട്ടില്ലേ കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തേക്കെ. അന്നേരം ആ ഗെയിംസിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഗെയിംസിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവനെ അഡിക്റ്റ് ആയി പോവുക. അവസാനം അവനെ കൊണ്ട് ചെന്ന് ഇന്നതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കൊണ്ട് എത്തിക്കുന്ന മരണത്തിലൂടെ. അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നത് വലിയ മാരകമായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് കുട്ടികളെ അതിനകത്ത് അഡിക്റ്റ് ആക്കുന്നത്, നിങ്ങൾ കുട്ടികൾ പിണങ്ങിയാലും ശരി അതിനകത്തുനിന്ന് കുറച്ചൊക്കെ മാറാൻ പേരൻസ് കൂടി ശ്രമിക്കുക. ഈ ഒരു അവസരം ഇതിനു വേണ്ടി വിനിയോഗിച്ചതിൽ ഇത്ര സമയം കളഞ്ഞത് സോറി. ഒത്തിരി നമുക്ക് ഷെയർ ചെയ്യാനാണെങ്കിൽ ഒത്തിരി, കാരണം ഞാനും സാറിന്റെ കൂട്ട് ഞാനൊരു അധ്യാപകനാണ്. അന്നേരം ഒത്തിരിയും പേരൻസിന്റെ, കാരണം അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ നമ്മുടെ അടുത്ത് വന്ന് പറയും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഒത്തിരിയും പേരെ എന്താ പറയുന്നത് കൗൺസിലിങ്ങിന് വിട്ടിട്ടുണ്ട് കുട്ടികളെ. അന്ന് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവരുടെ ഫാമിലിയിൽ നടക്കുന്നത്. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഈ പബ്ലിക് വേദിയിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പോലും ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് പോലും. അന്നേരം എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ കാര്യങ്ങളുണ്ട്. അന്നേരം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക, ആദ്യമേ കുട്ടികളുടെ എന്താ പറയുന്നത്, അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പലതും വഴങ്ങും. ഫുഡ് മേടിച്ചു കൊടുക്കുക, ആവശ്യത്തിന് അവരുടെ ഇഷ്ടത്തിന് ഫുഡ് മേടിച്ചു കൊടുക്കുക, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ മൊബൈൽ ഫോൺസ് അതുപോലെ ചില കാര്യങ്ങളിൽ പിടിവാശികളിൽ കാണിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരു പ്രാവശ്യം പിടിവാശി കാണിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, അത് നമ്മൾ 2-ാമത്തെ പ്രാവശ്യം അവർക്ക് മനസ്സിലാവും. പിടിവാശി കാണിച്ച് ഇന്ന് വഴങ്ങി, നാളെ അതിന് വീണ്ടും അവർ വഴങ്ങും. അങ്ങനെ കാണുക എന്താ പറയുന്നത്, ലാസ്റ്റിൽ എന്താ പിടിവാശി കാണിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പം ചാവും, എനിക്ക് എന്താ പറയുന്നത്, ആ ഒരു രീതിയിലൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചുടലയിലെ നമ്മൾ കുട്ടികളെ കുറേയൊക്കെ, നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് കുട്ടികളെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അടിച്ചു പിടിപ്പിച്ച ആരെയും നമുക്കെന്താ കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്യുക. അതുകൊണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനും സാറും ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക്. കാരണം നിങ്ങളുടെ കുട്ടികളെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കുറേ കുട്ടികളെ കാണുന്നുണ്ട്. അവരുടെ എല്ലാ പേരൻസിൻ്റെ അനുഭവങ്ങൾ കാണുന്നതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെയും വിഷമങ്ങളായിട്ടാണ് നാളെ വരുന്നത്. അതുകൊണ്ട് ദയവേത് ഇതൊരു എളിയ അഭ്യർത്ഥനയായിട്ട് മാത്രം കാണുക. ഓക്കെ. ഈ ഒരു അവസരത്തിൽ എന്താ പറയുന്നത്, കുഞ്ഞാറ്റ എന്നുള്ള പേര് ഞാനിപ്പോൾ സാറ് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടെ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ. ഇവിടെ ശരവണ ഹോട്ടലിൽ പലപ്പോഴും വരുമ്പോൾ കുഞ്ഞാറ്റ കുറ്റിയ, പക്ഷേ ഈ ഒരു വേദിയിൽ ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല. അന്നേരം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാറ്റയെ അനുമോദിക്കാൻ പറ്റിയ ഈ വേളയിൽ അന്നേരം ഈ ഒരു അവസരത്തിൽ കുഞ്ഞാറ്റ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്, കുഞ്ഞാറ്റ ഈ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരൻസ് സത്യത്തിൽ ആ ഒരു രീതിയിൽ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടുന്ന ആ ഒരു പ്രോത്സാഹനവും വേണ്ടുന്ന രീതിയിലുള്ള ഇൻസ്പിറേഷനും കാര്യങ്ങളും. അതുപോലെ പലരും എന്താ നോക്കുന്നത് ഈ സമയം, ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട് പല വേദികളിലും. ഞാൻ ഇതുപോലുള്ള പല
വേദികളിൽ പോകുമ്പോൾ പറയും ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല കേട്ടോ. ഇനി സാർ എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുട്ടികളെ പഠിപ്പിക്കും. സത്യത്തിൽ ഇപ്പം പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയത്തില്ല. ഇപ്പം എത്രയോ കുട്ടികൾ ടൂറിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. സത്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്താ അറിയോ? കുട്ടികൾക്ക് നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ കൊടുക്കണം. ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിൽ തുടർന്നും വേണ്ടുന്ന കാര്യം സൈൻ തീറ്റ, കോസ് തീറ്റ, എന്താ പറയുക, ടാൻ തീറ്റ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ സാറിനെ കുറിച്ച് ഞാൻ വേറൊരു കാര്യമല്ല പറയുന്നത്. ഇതൊന്നും നമ്മുടെ എന്താ പറയുന്നത് ഫ്യൂച്ചർ ലൈഫിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ തുറന്നുള്ള ജീവിതത്തിലൊന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തിനാണിത് പഠിക്കുന്നത് ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അധ്യാപകരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബേസിക്കലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഞാൻ എൻ്റെ അധ്യാപകരോട് ഞങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നു. ഇതൊന്നും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു കഥയില്ല കേട്ടോ. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ജയിച്ചു കയറാം വേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് എന്താ പറയുക, ഒരു പെട്ടെന്ന് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പഠിപ്പിക്കും. അതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ അതിനെ എന്താ പറയുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ അറിയില്ല എങ്കിൽ പോലും പറയുക. രണ്ടാമത് ഒരു കുട്ടിക്ക് നീന്തൽ പഠിപ്പിക്കണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരു വെള്ളത്തിനെ ഇനി ഒരു പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ആ തീപിടുത്തത്തിൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റണം, പെട്ടെന്ന് എങ്ങനെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റണം. പിന്നെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കുറേ ഇപ്പം എന്താ വരുന്നത്, എല്ലാ കുട്ടികളും നമുക്ക് പേരൻസിന് മാത്രമല്ല കുട്ടികൾക്കും ഭയങ്കര മെന്റലി ഭയങ്കര ഡിപ്രഷൻ, ഭയങ്കര ടോർച്ചറിങ്, ഭയങ്കരമായിട്ട് ടെൻഷൻസ് കാര്യം ഇതൊക്കെ വരുമ്പോഴാണ് പല കുട്ടികളും പല സ്റ്റേജിലോട്ട് പോകുന്നത്. അതിനെയൊക്കെ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ഒരു ആർജവം കൊടുക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കണം. പക്ഷെ നമ്മുടെ ബേസിക് ഇപ്പം നടക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ചുമ്മാതെ കുറേ പ്രോജക്ട്സുകൾ ചുമ്മാതെ ഞാനിത് ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം തുറന്നടിച്ച് ആക്ഷേപിക്കുമല്ല. പക്ഷേ ഇതിനോടൊപ്പം കൊടുക്കണം. എന്ത് വേണം, നമുക്ക് കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ എന്താ പറയുന്നത് നമ്മൾ അഭിമുഖീകരിക്കുന്ന കുറേ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും. ഇനി സാറിന്റെ അഭിപ്രായം എനിക്ക് ലാസ്റ്റ് ഒന്ന് കേൾക്കണം. സാറ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പം ബേസിക്കലി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അന്നേരം കാരണം ഞാൻ ഒരു IT ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ തുറന്നടിച്ച പോലെ ഞാൻ അഭിപ്രായം പറയാം. അദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ മാത്രമല്ല ഈ ഒരു അവസരത്തിൽ കിഴക്കേക്കര നിവാസികളെ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് നൽകുന്ന അനുമോദനവും ബാക്കിയുള്ളത് ഏറ്റുവാങ്ങാൻ കുഞ്ഞാറ്റയും അതുപോലെ തുളസി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഈ നവമി ആർ അജയന് കിഴക്കേക്കര നിവാസികളുടെ ഈ സ്നേഹോപകാരം ഈ ഉപകാരത്തിലല്ല ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഇത് വാങ്ങുന്നില്ല. ഈ ഉപകാരത്തിൻ്റെ വിലയല്ല നമുക്കുണ്ട്, മനസ്സിലായോ? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ഈ കുഞ്ഞുങ്ങളെല്ലാവരും കേൾക്കണം. പഠിച്ച് അടുത്ത ഒരു സ്റ്റെപ്പ് വരുമ്പോഴും ഉണ്ട്. ആ ഒരു കാര്യം ഞാൻ കൊടുത്തിട്ട് പറയാം. എല്ലാവരുടെ അനുവാദം. അപ്പോൾ ഞാൻ പെൻഷനായെന്ന് അറിയാമല്ലോ. ഈ പെൻഷൻകാർക്കൊരു സംഘടനയുണ്ട്. ഈ പെൻഷൻകാരുടെ സംഘടനയിൽ എല്ലാ വർഷവും അതിന് അത് വേറെ ആളുണ്ട്. എല്ലാം ഞങ്ങളോട് ശരിയാണ്. പനവേലിയിലാണ് ഇങ്ങനെയൊരു നല്ല ഒരു ശുഭമുഹൂർത്തം നടക്കുന്നത്. കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ കുച്ചിപ്പുടിക്ക് എ ഗ്രേഡ് നേടിയ നവമി അജയ്ക്കാണ് ഇപ്പോൾ ഇവിടെ നിന്നും മൊമെന്റോ നൽകുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഹോട്ടൽ ശരവണ ഹോട്ടലിന്റെ ഭാഗമായിട്ടുള്ള ഉപഹാരം നമ്മുടെ ശരവണ ഹോട്ടലിന്റെ സ്വന്തം അമ്മ കുഞ്ഞാറ്റയ്ക്ക് നൽകി അനുമോദിക്കുകയാണ്.
ഇനി ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഈ ഒരു കാര്യം KTR മീഡിയ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. BSS കമ്പ്യൂട്ടർ കോളേജിന്റെ വകയായിട്ട് ഒരു മൊമെന്റോയും ഒരു പാരിതോഷികവും കൊടുക്കണമെന്നുള്ളൊരു താല്പര്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരണം നിങ്ങൾ കിഴക്കേക്കര നിവാസികളാണ് ഇത് കൊടുക്കുന്നത് എങ്കിൽ പോലും ആ ഒരു വേദിയിൽ വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു കാര്യം ഞാൻ KTR മീഡിയ അറിയിച്ചായിരുന്നു. KTR മീഡിയ സുഹൃത്തിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അതിന് എനിക്ക് ഇതുവരെ ഒരു റെസ്പോൺസ് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് BSS കമ്പ്യൂട്ടർ കോളേജിൻ്റെ വകയായിട്ടുള്ള ആ ഒരു മൊമെന്റേയും പാരിതോഷികം കൊടുക്കാൻ പറ്റാഞ്ഞത്. അന്നേരം ഈ വേദിയിൽ വെച്ച് പറയുകയാണ്, BSS കമ്പ്യൂട്ടർ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫിൻ്റെ വകയായിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു മെഡലും മൊമെന്റോയും അതുപോലെ അനുമോദനവും ഇനി ഒരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞാറ്റയുടെ ആദ്യത്തെ ഒരു അനുമോദന ചടങ്ങാണെന്ന് തോന്നുന്നു. അന്നേരം BSS കമ്പ്യൂട്ടർ കോളേജിന്റെ വകയായിട്ട് ഇന്നത്തെ വേദിയിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇനിയുള്ള ഒരു വേദിയിൽ ഞാൻ ആ ഒരു അവസരം വിനിയോഗിക്കുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ പെൻഷൻ സംഘടനയുടെ വാർഷികം, നമ്മുടെ വാർഷികത്തിലും കൺവെൻഷൻ രണ്ട് യോഗമാണ്. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ ഉത്തരവിധമായ പ്രതിഭകളെ ആദരിക്കുന്നു. കഴിഞ്ഞ വർഷം ആദരിച്ച് 10ാം ക്ലാസ്സിലും +2നും ഏറ്റവും കൂടുതൽ ഗ്രേഡ് വാങ്ങിയ കുട്ടികളാണ് 21 പേര് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്ന വെട്ടിക്കര പഞ്ചായത്തിന് കയർപ്പാണ്. അപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, 21 കുട്ടികളിൽ 1-2 പേരെ ഈ കുട്ടികൾ ഇത് ഏറ്റുവാങ്ങുന്നു. SLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് വിറ്റ് അടുത്ത മാസത്തിലിട്ട 10ാം ക്ലാസ്സിൻ്റെ അല്ല 15ാം ക്ലാസ്സിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കുട്ടികളെ വരാതെ നിന്നത് രക്ഷാകർത്താക്കളോട് ചോദിച്ചാൽ പറഞ്ഞാൽ അവർക്ക് ട്യൂഷനുണ്ട്. എന്ത് ട്യൂഷനാ, ഏത് ബാച്ചാണെന്നോ ഏതിനാ പഠിക്കുന്നതെന്നോ പോലും തീരുമാനമായിട്ടില്ല. പക്ഷേ ട്യൂഷനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ അതാ മുമ്പേ പറഞ്ഞത്, ഇതിനകത്തല്ല വില, ഈ ഒരു സമൂഹത്തിൽ വെച്ച് ഏറ്റുവാങ്ങുന്നതിനാണ് വില. അപ്പോൾ ആ കുട്ടികൾക്കോ അല്ലെങ്കിൽ രക്ഷാകർത്താക്കളൊക്കെ ഉദ്യോഗമുള്ളവരും അധ്യാപകർ വരെ ഉണ്ട്. ആ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ പല രക്ഷാകർത്താക്കളോ വന്നത്, അമ്മമാർ വന്നവരുണ്ട്. ഏറ്റുവാങ്ങി മൊമെന്റ് വാങ്ങിക്കാൻ വന്നത് അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മ വന്നതും കുട്ടികൾ നേരിട്ട് വന്ന് 2 പേരോ 3 പേരാണ്. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുമോദിക്കുന്നത് ആരെയാണ്? ഈ അമ്മൂമ്മയും അച്ഛനെയും അല്ല അനുമോദിക്കുന്നത്. പിന്നെ ആരെയാ? അത് ബന്ധപ്പെട്ട വ്യക്തിയാണ്, അവളെയാണ് അനുമോദിക്കുന്നത്. അതിന് പകരം അവൾക്ക് ഓരോ അജയനോ അല്ലെങ്കിൽ രാജ്യം ഇവിടെ വന്നിരുന്നിട്ട് അതാവത്തില്ല. അപ്പം നമ്മളിങ്ങനെ ഒരു സ്വീകരണം കിട്ടുമ്പോൾ പരമാവധി പ്രോഗ്രാം ഉണ്ടായാലും പബ്ലിക് പരീക്ഷ വന്നതെങ്കിൽ ഒക്കെ പറ്റില്ല. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ മാസത്തിൽ അല്ല അടുത്ത മാസത്തിലെ വാർഷികം നടക്കുന്നുണ്ട്. നമ്മുടെ പനവേലി പെൻഷൻ ഭവനിൽ വെച്ചാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ വെച്ചായിരിക്കും വാർഷികം നടക്കുന്നത്. മിക്കവാറും ഫെബ്രുവരി 8ാം തീയതി ശനിയാഴ്ച ആയിരിക്കും. എങ്കിലും ആ ശനിയാഴ്ച ഞായറാഴ്ച നടക്കുന്നത് ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ ആ ദിവസം നമ്മൾ ഇതുള്ളതായ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. ഈ വർഷത്തെ എൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ നവമിയെയും കൂടെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രകടനത്തിനും കായിക പ്രകടനത്തിനും ഒക്കെ ആ ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ പോയ പ്രതിഭകളെ നമ്മൾ ആദരിച്ചിട്ടുണ്ട്. പിന്നെ PhD കിട്ടിയ കുട്ടികളെ ഡോക്ടർമാരെ, ഇവിടെ തന്നെ ഡോക്ടർമാരായിട്ട് 1-2 പേരുണ്ട് നമ്മുടെ സംഘടനയിലുള്ള ആളുകളുടെ മക്കള്. ഇവിടെ താഴെ അശോകനുണ്ടല്ലോ, ഫോറസ്റ്റ് ഇൻവെൻഷൻ പറ്റിയ അശോകൻ, അദ്ദേഹത്തിന്റെ മകളെ, പിന്നെ ഈട്ടിയുള്ള മുക്കിലൊരു കുഞ്ഞുമ സാറിന്റെ മകളെ ഇവരെല്ലാം നമ്മളിപ്പോൾ ആദരിക്കുന്നത് ഡോക്ടർമാരായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു ഫംഗ്ഷൻ കൂടി ഞങ്ങൾ വിളിക്കും. കൺഫേം ആക്കിയിട്ടില്ല. പ്രത്യേകമായിട്ട് അവളെ ക്ഷണിക്കും. രക്ഷിതാക്കളെ ഏത് ദിവസമായിരുന്നാലും അവരെ കൊണ്ടുവരാനും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ കുഞ്ഞാറ്റയ്ക്ക് ആശംസകൾ നേരാനായിട്ട് എല്ലാ കുടുംബത്തിലും ഓരോരുത്തർ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്യാമൾ ടീച്ചറെ ക്ഷണിച്ചോളൂ. നമ്മുടെ വെച്ചിരിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷിച്ചിരുന്നൊന്നുമല്ല, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. എന്നാലും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു അനുമോദന യോഗമായതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഏത് തരത്തിൽ വിജയമുണ്ടായാലും അതിലെല്ലാം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടോ എനിക്കറിയത്തില്ല. പിന്നെ
സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്ത് എത്തിയ നിലയ്ക്കാണ് ഇവളിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൊണ്ട് ഒക്കുന്നൊരു കാര്യമല്ല. അപൂർവം ചില കുട്ടികൾക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. ഇനി മേലിലും അവർക്കതിനുള്ള അവസരം രക്ഷകർത്താക്കളെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു പിന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് കിട്ടിയെന്ന് വിചാരിച്ചങ്ങ് നിർത്തിക്കളയരുത്. ഇനി അവിടെ എത്തിക്കാവുന്നിടത്തുവരെ കൊണ്ടെത്തിക്കുക. ഇതിൻ്റെ എല്ലാം പുറകെ പോകണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, അല്ലാത്ത സമൂഹത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം 10-34 കൊല്ലം പിള്ളേരെ കൊണ്ട് നടന്ന കൂട്ടത്തില്ല. ഞാൻ 34 കൊല്ലം കലോത്സവത്തിന് ജില്ലയിലും എല്ലാം പിള്ളേരെ കൊണ്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ സുഖസൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് തിണ്ണയ്ക്കും പിള്ളേരെയും കൊണ്ട് മുറ്റത്തും ഒക്കെ പുതപ്പ് ചിലതിനൊക്കെ സമ്മാനം കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. കിട്ടുമെന്നുള്ളതല്ല, നമ്മളതിൽ പങ്കെടുക്കുക എന്നുള്ളതാ പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. അതിനുള്ള അവസരം എല്ലാവർക്കും ഡാൻസ് ഐറ്റത്തിന് മാത്രമേ ഉള്ളൂ അതിന് സാമ്പത്തിക ചെലവുള്ളൂ. വേറെ ഈ കഥാരചന, കവിതാരചന, പിന്നെ ഗാനാലാപനം ഇതിനൊന്നും ഒരു നയാ പൈസയും ചിലവില്ല. അവിടെ വരെ പോകുന്ന വണ്ടിക്കൂലിയുടെ ചിലവുള്ളൂ. അതിനും A ഗ്രേഡ് കിട്ടിയാൽ പോയിന്റ് ഇത് തന്നെയാണ്. അതിന് ഇതുപോലെ മഹത്വമുണ്ട്. അതുകൊണ്ട് സാമ്പത്തികം ഇല്ലെന്ന് വിചാരിച്ച് നമ്മൾ കുട്ടികളെ മുന്നോട്ട് തള്ളരുത്. അവരെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക. കലാപരിപാടിയായിട്ട് ഇടപെട്ട് പോയി കഴിഞ്ഞാൽ വിചാരിച്ച് പഠിക്കാതൊന്നും ഇരിക്കുകയില്ല. ഇപ്പോൾ 10 ദിവസം പഠിത്തം നഷ്ടപ്പെട്ടാൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാം. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും സാറിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ട്യൂഷൻ സെൻ്ററിലോ അല്ലെങ്കിൽ സ്കൂളിലെ സാറുമാരും ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്ത് സൗകര്യം വേണമെങ്കിലും അവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. 1, 2, 10 ദിവസം സ്കൂൾ വിട്ട് പോയെന്ന് വിചാരിച്ചൊന്നും ഒരിക്കലും ഒരു ഗ്രേഡോ മാർക്കോ ഒന്നും കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇനി ഭാവിയിലും കിഴക്കേക്കരയിലെ ഒരു A ഗ്രേഡോ B ഗ്രേഡോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഭാവിയിൽ അവിടെ ഒരു വലിയൊരു കലാകാരിയോ സമൂഹത്തിൽ ഉയർന്നൊരു വ്യക്തിയോ ആയിത്തീരാൻ വേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കലാകാരിക്ക് ഇനിയും ഉയരങ്ങളിൽ ഒരുപാട് പറക്കാനുണ്ട്. അവളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ വേദിയിൽ നിങ്ങളുടെ ജോസാറിനും അദ്ദേഹത്തിൻ്റെ പേരറിഞ്ഞൂടെ അവർക്കും എൻ്റെ ആശംസകൾ ഞാൻ അർപ്പിക്കുന്നു. പിന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓരോരുത്തരുടായിട്ട് പേര് പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയാനായിട്ട് ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഈ ഒരു പെട്ടെന്നൊരു ഇടവേളയിൽ എല്ലാവരും വിളിച്ചിട്ട് എല്ലാവരും വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവളെ ഇനിയും കൊണ്ടുപോകും. പിന്നെ അതേപോലെ നമ്മുടെ എല്ലാ കുട്ടികളും വരുന്നുണ്ട്. അവരെ ഇതേപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു വിഷയം എന്നുള്ള രീതിയിലല്ല, നമുക്ക് എല്ലാവർക്കും ചേർന്നാൽ അതിനിടയ്ക്ക് ഞാൻ ഒരു തീർച്ചയായിട്ടും പറയാം. അപ്പോൾ അതും നമുക്കെല്ലാം സെറ്റാകാം. പിന്നെ കുഞ്ഞാരുടെ കയറുള്ള അനുഭവം പറയേണ്ട അവളെ കൂടെ ചിന്തിക്കാം. ഇതെല്ലാം നിന്റെ കൂട്ടുകാരും ബന്ധുക്കളെ ധൈര്യമായിട്ട് വേണം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സ്റ്റേറ്റ് വരെ പോകാൻ പറ്റുമെന്ന് പോലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ പോയതാണ്. പക്ഷെ സന്തോഷം എല്ലാം ഓർഡറിന്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്ന കണ്ട് പിന്നെ എല്ലാവരും വല്യമ്മച്ചി ഉൾപ്പെടെ ഞാൻ കൂടുതലും മിസ് ചെയ്തത് വല്യച്ഛനാണ്. കാരണം വല്യച്ഛനാണ് കൂടുതലും ഞാൻ ഇതിന് പോകുന്നതിന് വല്യച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഞാൻ ഇതിന് പോകണമെന്ന് പറഞ്ഞത് അമ്പലത്തിൽ കളിച്ച് കഴിഞ്ഞ് കൂടുതലും സന്തോഷം വല്യച്ഛൻ അത്രയും കൂടെ എൻ്റെ കൂടെ നിന്ന മീൻസ് അങ്ങനെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടന്മാർ പുതിയൊന്ന് സുൽത്തണ്ണനാണ് മീൻസ് ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. എല്ലാം സുൽത്തണ്ണനാണ് ചെയ്തത്. സുൽത്തണ്ണ ചേച്ചി സുരാമയും എല്ലാവരും ഉണ്ട്. റാൻ ചേച്ചിയും എല്ലാ വിനോദമാമനും എല്ലാവരും. മാമൻ പോയ മാമൻ തിരിച്ചു ഞാൻ പിന്നെ ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നല്ലൊരു ആൾക്കാരിൽ നല്ലൊരു ഇത് എത്തിക്കാൻ പറ്റിയതെന്ന സന്തോഷം. പിന്നെ സ്റ്റേറ്റ് വരെ പോയെന്നുള്ളൊരു സന്തോഷം എല്ലാം ഉണ്ട്. കൂടുതലും മിസ് ചെയ്തത് വല്യച്ഛനെയാണ്. പിന്നെ അമ്മ, അച്ഛൻ എല്ലാവരും എനിക്ക് എല്ലാവരും മീൻസ് എല്ലാവരും ഒരേപോലെ ചേച്ചി പ്രത്യേകിച്ചും ചേച്ചിയാണ്
എന്നെ ഡയറക്റ്റ് ചെയ്തോണ്ട് ഇത്ര ഇത് ചെയ്യണം, ഇങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ എപ്പോഴും കോൾ ചെയ്തോണ്ട് ഞാൻ ചേച്ചി പോയിട്ട് ചേച്ചി എന്നെ വിളിച്ച് എന്തായി എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് ചേച്ചി കുറേ സംസാരിച്ചു. അത് വലിയ മെച്ചിയാണ്. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും ഒരു വിളി അങ്ങോട്ടാണ് എല്ലാം. വല്യമ്മച്ചിക്കാണ് എല്ലാം. കാരണം ഞാൻ കയറി പോയില്ലെങ്കിൽ അപ്പോൾ വല്യമ്മച്ചി വിളിച്ചു. പിന്നെ സരസാറ് കൂടുതലും എനിക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ സരസാറും കൂടെ വർക്ക് ചെയ്യുന്ന നന്ദസാറും ഒക്കെ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടുതലും എനിക്ക് വല്യമ്മച്ചിയാണ്. ഞാൻ കയറിപ്പോയാലും ഇല്ലേലും വിളിച്ചു വയ്ക്കുന്ന ഒരു വ്യക്തി വല്യമ്മച്ചിയാണ്. അതുപോലെ തന്നെയാണ് വല്യച്ഛനും. പിന്നെ മാമൻ സൂര്യമ്മ, മാമ ഇപ്പൊ തന്നെ എനിക്ക് മാത്സിന് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ കുറെ കിട്ടാതെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും മാമ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. അതുപോലെ കുഴപ്പമില്ല. ഇനിയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ 10ാം ക്ലാസ് ഫുൾ എ പ്ലസ് പഠിക്കുക. അതാണ് അടുത്തൊരു ഇതെന്ന് വെച്ചാൽ ഒരു കടമ്പ കഴിഞ്ഞു. ഈ അടുത്ത കടമ്പ എന്ന് വെച്ചാൽ 10ാം ക്ലാസ് ഫുൾ എ പ്ലസ് പഠിക്കുക. അതും അമ്മയത്തിന് പറഞ്ഞിട്ടുണ്ട് ഫുൾ എ പ്ലസ് വാങ്ങിച്ചേ പറ്റത്തോ. ഇനി അതാണ് 2 മാസം കൂടെ ഉള്ളു. 2 മാസം ഇല്ല, 50 ദിവസം കൂടെ ഉള്ളു എസ്എസ്എൽസിക്ക്. അപ്പോൾ അത് കുറേ സന്തോഷം. കൂടുതലും എനിക്ക് സീതമ്മനാണ്. കാരണം ഇതും എല്ലാം ഞാൻ എന്ത് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ സരിതമ്മ ചെയ്ത് തരത്തില്ല എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. സീതമ്മന് ചെയ്ത് തന്നിട്ടുണ്ട്. സുധിയണ്ണനെ, അപ്പുവണ്ണനെ എല്ലാവരും. പ്രത്യേകിച്ച് മിസ് ചെയ്യുന്ന സുധിയണ്ണനെ. എൻ്റെ കൂടെ വന്നിട്ടുണ്ട് സുധിയണ്ണൻ. എല്ലാവർക്കും വന്നതിന് നന്ദി. ബാക്കിയിരിക്കുന്ന അങ്ങേറ്റത്തിരിക്കുന്ന അനിയണ്ണന് വരെ നന്ദി. ലാസ്റ്റ് നന്ദി വിട പറയലായിട്ട് ഒരു കേക്ക് മുറിച്ച് നമുക്ക് 63ാമത് സ്റ്റേറ്റ് കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ കുഞ്ഞാറ്റ എന്ന നവമി ആർ അജയ്ക്കുള്ള ആ ഒരു അനുമോദനം നൽകുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ പനവേലിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്കേക്കര നിവാസികളുടെ വകയായിട്ടും ശരവണ ഹോട്ടലിൻ്റെ വകയായിട്ടുമാണ് ഇങ്ങനെയൊരു അനുമോദനം നൽകുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടാകര പനവേലി സ്വദേശിയായിട്ടുള്ള നവമി ആർ അജയ്ക്കുള്ള ആ ഒരു അവാർഡ് നൽകുന്ന അനുമോദന ചടങ്ങാണ്. നാട്ടുകാരുടെ കുഞ്ഞാറ്റയായിട്ടുള്ള ആ ഒരു നവമി ആർ അജയ്, നമുക്കറിയാം കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിലും നമ്മൾ വീഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം സംസ്ഥാന കലോത്സവത്തിലും എ ഗ്രേഡ് നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ശരവണ ഹോട്ടലിൻ്റെയും വകയായിട്ടുള്ള ഒരു പ്രത്യേക അനുമോദനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കാരണം നിരവധി കുട്ടികൾ സംസ്ഥാന കലോത്സവത്തിൽ കുച്ചിപ്പുടിയിലൊക്കെ തന്നെ മത്സരിച്ചിരുന്നു. എന്നാൽ കൊട്ടാരക്കര സ്വദേശിയായിട്ടുള്ള പനവേലി സ്വദേശിയായിട്ടുള്ള നവമി ആർ അജയ് എ ഗ്രേഡ് നേടാൻ അർഹയായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ശുഭമുഹൂർത്തം ഇവിടെ നടക്കുന്നത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ശരവണ ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഇതൊരു പ്രചോദനമാണ്. കാരണം നമുക്കറിയാം, നിരവധി കുട്ടികൾ നിരവധി മത്സരങ്ങളിൽ വിജയിക്കുമ്പോൾ അവിടെയുള്ള നാട്ടുകാർ അവർക്കൊക്കെ തന്നെ പ്രചോദനം നൽകുന്നത് പതിവാണ്. എന്നാൽ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ നാട്ടുകാർ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കിഴക്കേക്കര നിവാസികളും അതുപോലെ തന്നെ ശരവണ ഹോട്ടലും ചേർന്ന് സംയുക്തമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാതൃകാപരമായ പ്രവർത്തനം ഇവിടെ നടത്തുന്നത്. നമുക്കറിയാം, ഈ ഒരു പ്രോഗ്രാമിൻ്റെ വേദിയിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. അടുത്തത് കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങാണ്. മൊമെൻറ്റോയൊക്കെ തന്നെ കൈമാറിയിരിക്കുന്നു. കുഞ്ഞാറ്റയുടെ വാക്കുകൾ ഉൾപ്പെടെ നമ്മൾ കേട്ടിരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കുഞ്ഞാറ്റ എന്ന നവമി ആർ അജയ്ക്ക് കഴിയട്ടെ. എല്ലാവരും വളരെയധികം ഹാപ്പിയിലാണ്. വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച കിഴക്കേക്കര നിവാസികളോടും ശരവണ ഹോട്ടലിൻ്റെ ബന്ധപ്പെട്ട ഒരു മാനേജ്മെൻറ്റിനോടും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കും.
മാത്രമല്ല ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുവാൻ കുഞ്ഞാറ്റ എന്ന നവമി ആർ അജയ്ക്ക് കഴിയട്ടെ. നവമി നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. കാരണം ഏറ്റവും കൂടുതൽ താൻ ഈ മത്സരത്തിൽ വിജയിക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കും. വരും ദിവസങ്ങളിൽ കുഞ്ഞാറ്റ മോൾ ഇനിയും ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ. ആവല്ലല്ല, ഓക്കെ ഓക്കെ ഓക്കെ, നെറ്റ് പോയായിരുന്നു, റെഡിയായി. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് കാര്യങ്ങൾ കടന്നു വന്നത്. 63ാമത് കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ കുച്ചിപ്പുടി മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ കൊട്ടാരക്കര പനവേലി സ്വദേശിയായിട്ടുള്ള നവമി ആർ അജയ്ക്ക് ഇവിടെ അനുമോദനം നൽകി. ഇനി അടുത്ത കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങാണ്. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ പനവേലി എന്ന കൊച്ചു ഗ്രാമം കടന്നു പോകുന്നത്. 63ാമത് കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ കുച്ചിപ്പുടി ഇനത്തിൽ എ ഗ്രേഡ് നേടിയ കൊട്ടാരക്കര പനവേലി സ്വദേശിയായിട്ടുള്ള നവമി ആർ അജയ്ക്കുള്ള ആ ഒരു അനുമോദന ചടങ്ങാണ് തത്സമയം നടക്കുന്നത്. ഇനിയിപ്പോൾ കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങാണ്. ശ്രീധേട്ടാ, ഈ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? എനിക്ക് നന്ദി. ഞാനിപ്പോൾ കുഞ്ഞാറ്റയുടെ ഒരു പരിപാടിക്ക് എല്ലാവരും കൂടെ ഞാൻ വിളിച്ചു. എല്ലാവരും നമുക്ക് ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സഹകരിച്ച് രാത്രിയിലായാലും എല്ലാവരും വന്നു. എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്തുവാ? ഇതെല്ലാം മൊമെന്റ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത കുഞ്ഞാൻ്റെ കേക്ക് മുറിക്കുകയാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി കേക്ക് മുറിച്ച് കുഞ്ഞാൻ്റെ ഈ ഒരു സന്തോഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി. പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഈ സമയത്ത് തന്നെ ഇത്രയും ആൾക്കാർ കൂടുന്നു. ഈ ഒരു 10 മണി സമയത്ത് ഇത്രയും ആൾക്കാർ കൂടുന്നു. എന്താണ് പറയാനുള്ളത്? പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കിഴക്കേക്കരയിൽ ഇത്രയും പേര് ഇത്രയും പേരുടെ മുമ്പിൽ കുഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇത്രയും പോയി കിടന്ന കഷ്ടപ്പാടല്ല ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ല, ഒന്നുമല്ല. അതെ, അത് ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. കുഞ്ഞിന് നമ്മുടെ നാട്ടിലല്ലേ കൂടുതൽ അംഗീകാരം കിട്ടുന്നതിനേക്കാളും കൂടുതലും ഞങ്ങൾക്ക് സന്തോഷം നമ്മുടെ നാട്ടില് അവർക്ക് ആ ഒരു അംഗീകാരം നമ്മുടെ നാട്ടുകാർ കൊടുത്തപ്പോൾ ഉള്ള ഒരു സന്തോഷം ഭയങ്കര പറയാൻ വയ്യ. അത്രയ്ക്ക് സന്തോഷം. ഇത്രയും പേര് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ, സത്യം. പിന്നെ എല്ലാവരും ഇടയ്ക്കൊക്കെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവള് കുറേ സത്യം പറഞ്ഞാൽ അന്ന് കുച്ചിപ്പുടിയുടെ ദിവസം രാവിലെ ഡ്രസ്സ് ഇട്ട് നിന്ന് അവളെ രാത്രി 10 മണി വരെ വെള്ളം മാത്രമൊക്കെ ആയിരുന്നു കുടിക്കുന്നത്. അത്രയും കുറേ കഷ്ടപ്പെട്ട് അവൾ ഒത്തിരി കഷ്ടപ്പെട്ട്. കഴിഞ്ഞ വർഷം ആശാമാമിന്റെ കൂടെ സ്റ്റേറ്റ് കലോത്സവത്തിന് വെൽക്കം ഡാൻസിന് പോയപ്പം അവളുടെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു കോമ്പറ്റീഷൻ ആ സ്റ്റേജിൽ കയറി നിന്നൊന്ന് കളിക്കണം എന്നുള്ളത്. അതിന് ഈ വർഷം ഭഗവാൻ ഗുരുവായൂർ അവൾക്കത് സാധിച്ചു കൊടുത്ത്. പിന്നെ എല്ലാം ഒരു നിമിത്തം പോലെ ഇങ്ങനെ എല്ലാം നടന്നു. തുടർന്ന് ഇത്രയും പേര് എല്ലാവരും ഇനിയിപ്പോൾ ഒരു സമാധാനമുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്. കുഞ്ഞിന്റെ കൂടെ എന്ത് കാര്യത്തിനും കിഴക്കേക്കരയിൽ ആൾക്കാർ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം. എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഈ സമയത്ത് വന്നതിന്, കുഞ്ഞിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് സത്യം ഭയങ്കര സന്തോഷം. അത് സ്റ്റേറ്റ് കുച്ചിപ്പുടിക്ക് ഫസ്റ്റ് കിട്ടിയ ചേച്ചി, നേരത്തെ ശ്യാമള ചേച്ചി പറഞ്ഞോണം, ഫസ്റ്റ് കിട്ടിയ സന്തോഷമാണ് ഏറ്റവും ഇതിപ്പോ ഈ ഒരു ഇതില് ഞങ്ങൾക്ക് തോന്നുന്നത്. എല്ലാവരോടും വന്ന് കേക്ക് മുറിച്ച് അവർക്ക് ആ ഒരു സന്തോഷത്തോടെ ഒരുമിച്ച് നിങ്ങൾ എല്ലാവരും പനവേലിയിൽ നടക്കുന്ന ആ ഒരു അനുമോദന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്.
63ാമത് കേരള സ്റ്റേറ്റ് കലോത്സവത്തിൽ കുച്ചിപ്പുടി ഇനത്തിൽ എ ഗ്രേഡ് നേടിയ കുഞ്ഞാറ്റ എന്ന ആ ഒരു നയന ആർ അജയ് മോൾക്ക് ഇവിടെ അനുമോദനം നൽകുകയാണ്. ഇനിയിപ്പോൾ കേക്ക് മുറിക്കുന്ന ഒരു ചടങ്ങാണ്. നിങ്ങളുടെ ഇത്രയും പേരെ കൂടെ ആയതാണ് അവർക്ക് ഏറ്റവും കിട്ടിയ ഒരു We are very proud of your achievement. കുട്ടികൾക്ക് ഏത് പാട്ടാ പാടേണ്ടത് അറിയത്തില്ല, കൈയടിച്ചു. ഇതിപ്പോ അതിനൊരു വിലയില്ല. കൊട്ടാരക്കര പനവേലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം.